പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇ.ഡി. സംഘത്തെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന കേസിൽ അറസ്റ്റിലായ എസ്.എഫ്.ഐ ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലിന് ജാമ്യം ഇല്ല. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ടാനിയ മരിയം ജോസാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ വിജയിനെ ഞായറാഴ്ച വീട്ടിൽ നിന്നായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇ.ഡി. ഉദ്യോഗസ്ഥരെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് പോലീസുകാർ ആക്രമിക്കപ്പെട്ടതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പോലീസുകാരനെ കല്ലെറിയുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. കല്ലേറിൽ പോലീസുകാരന്റെ കൺപുരുകത്തിന് പരിക്ക് പറ്റി. കല്ല് കണ്ണിൽ കൊണ്ടിരുന്നുവെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടേനെന്ന് മെഡിക്കൽ രേഖകളിൽ വ്യക്തമാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് വിജയ് വിമൽ ശ്രമിച്ചതെന്നും അതുകൊണ്ടാണ് തടയാൻ ചെന്ന പോലീസുകാരെ പ്രതി ആക്രമിച്ചതെന്നും ഉത്തരവിൽ പറയുന്നു. അതേസമയം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രൂപീകരിച്ച 30-അംഗ സംഘത്തിൽ മ്യൂസിയം എസ്.എച്ച്.ഒ. ആർ. പ്രശാന്ത് തന്നെയാണ് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ. 5 ഇൻസ്പെക്ടർമാരും 7 എസ്.ഐമാരും അടങ്ങുന്ന വിപുലമായ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേന്ദ്ര ഏജൻസിക്ക് നേരെ നടന്ന ആക്രമണമായതിനാൽ അതീവ ഗൗരവത്തോടെയാണ് പോലീസ് ഈ നീക്കത്തെ കാണുന്നത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായ ആർ. പ്രശാന്ത് പോലീസിലെ പ്രമുഖ ഇടത് സംഘടനാ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്. CPM നേതാക്കളും പ്രവർത്തകരും പ്രതിസ്ഥാനത്തുള്ള ഈ കേസിൽ പ്രശാന്ത് അന്വേഷണ ഉദ്യോഗസ്ഥനാകുന്നതിനെതിരെ വലിയ ചർച്ചകളും രാഷ്ട്രീയ വിവാദങ്ങളും ഉയർന്നിരുന്നു. അന്വേഷണത്തിൽ പക്ഷപാതിത്വം ഉണ്ടാകുമോ എന്ന ആശങ്ക പ്രതിപക്ഷം ഉയർത്തുമ്പോഴും പ്രശാന്തിന് മേൽ വലിയ ഉത്തരവാദിത്തമാണ് ഈ കേസ് നൽകുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ നീക്കമെന്നാണ് സൂചന. സംഭവത്തിൽ ഇ.ഡി. ഡയറക്ടറേറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകുകയും CBI അന്വേഷണത്തിനുള്ള സാധ്യതകൾ തേടുകയും ചെയ്യുന്നതിനിടയിലാണ് സംസ്ഥാന പോലീസ് അന്വേഷണം അതിവേഗത്തിലാക്കാൻ തീരുമാനിച്ചത്. കേന്ദ്ര ഏജൻസികൾ കേസ് ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അതിവേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് വരുത്തി തീർക്കുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേവലം ഒരു സാധാരണ മർദ്ദന കേസ് എന്നതിനപ്പുറം ഇതിന് പിന്നിൽ നടന്ന കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്കാണ് അന്വേഷണം നീളുന്നത്. ഇ.ഡി. സംഘം പരിശോധന നടത്തുന്ന വിവരമറിഞ്ഞ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് അക്രമികൾ ബേക്കറി ജംഗ്ഷനിലെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. ഇതിനായി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ, ആഹ്വാനം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ SIT വിശദമായി തന്നെ പരിശോധിക്കും.